നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്താണ്. കൊച്ചരീക്കൽ കേവ്സ് കാണാനായിട്ട് വന്നതാണ്. കൊച്ചരീക്കൽ കേവ് നമുക്കറിയാം, അരീക്കൽ വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തുള്ള ആ ഒരു ചിറ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരുപാട് കിടന്ന് കാണുന്നൊരു റീൽസൊക്കെ ഒരുപാട് കാണുന്നതാണ്. നമ്മളേലും കൊച്ചരീക്കൽ കേവിൻ്റെയും കൊച്ചരീക്കൽ ചിറയുടെയും വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഇങ്ങോട്ടേക്ക് എത്താനുള്ള വഴി കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ടോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പാർക്കിംഗ് ഇതുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു പാർക്കിംഗ് കാണാം. നിങ്ങൾ ഈ ഒരു പാർക്കിംഗ് 20 രൂപയും അല്ലെങ്കിൽ 10 രൂപ ആ ഒരു റേറ്റേ വരുന്നുള്ളത്. 4 വീലറിന് 20 രൂപയും അല്ലാത്ത ആളുകൾക്ക് 10 രൂപയും പേ ആൻഡ് പാർക്ക്. അതിന് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പം ഇവർക്കിതൊരു വരുമാനമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് അവർക്കത് പൈസ കൊടുത്ത് നമുക്കവിടെ വാഹനം സൂക്ഷിക്കാം. അതല്ല എങ്കിൽ ഇതിന് തൊട്ടപ്പുറത്തായിട്ട് തന്നെ നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഞാനതിൽ ഈ പേ ആൻഡ് പാർക്കിൽ വാഹനം പാർക്ക് ചെയ്ത് നമ്മൾ കൊച്ചരീക്കൽ കേവ്സിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു വഴി കണ്ടോ, ഇത് ഓർത്ത് വെച്ചോട്ടോ ഈ ഒരു വഴി. കാരണം ഇതിൻ്റെ ഒരു കാര്യം പറയാനുണ്ട്. അതിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ ആ ഒരു കാര്യം കൂടി പറയാം. അപ്പോൾ ഈ നിൽക്കുന്ന ചേട്ടൻ്റെ വീടാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ അവർ തന്നെ അവിടെ ചെറിയൊരു പാർക്കിംഗ് ഗ്രൗണ്ടൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കൊച്ചരീക്കൽ കേവിലേക്കുള്ള വഴി, മെയിൻ എൻട്രി. ഈ മെയിൻ എൻട്രി ഞാൻ ചിന്തിച്ചത് ഈ മെയിൻ എൻട്രി എന്ന് ഇവിടെ വെക്കാൻ കാരണം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിന് കാരണം ഞാൻ ഏറ്റവും അവസാനം പറയാം. ഈ ഒരു ഐസ്ക്രീം വണ്ടി കിടക്കുന്നുണ്ടോ, ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് കൊച്ചരീക്കൽ ഫ്രീ പാർക്കിംഗ് എന്നുണ്ട്. ആ ഒരു ഐസ്ക്രീം വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പാർക്കിംഗ് എന്നുള്ളത് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ വരുന്നവരെല്ലാം ഇവിടെ കയറി പാർക്ക് ചെയ്യും കേട്ടോ. എൻ്റെ പുറകിൽ നിന്നുള്ള ഇതാണ് കൊച്ചരീക്കൽ ഗുഹ പാർക്കിംഗ് ഫ്രീ. ഈ ഒരു ബോർഡിനെ ഈ ഒരു ഐസ്ക്രീം വണ്ടി മറന്നു കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വരുന്നവരെല്ലാം അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. അപ്പം വെറുതെ പാർക്ക് ചെയ്ത് പൈസ കളയണ്ട, ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, ആ ആളുകൾക്കുള്ള ഒരു വരുമാനം എന്ന നിലയ്ക്ക് നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം. അതല്ല, നിങ്ങൾ വളരെ ചിലവ് ചുരുക്കി കയ്യിൽ വലിയ പൈസ ഒന്നുമില്ലാതെ വരുന്നവരാണെങ്കിൽ ഇവിടെ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇതാണ് പാമ്പക്കുട ഗ്രാമപഞ്ചായത്താണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കറിയാം അരീക്കൽ വെള്ളച്ചാട്ടവും കൊച്ചരീക്കൽ ഗുഹയെല്ലാം പാമ്പക്കുട പഞ്ചായത്തിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി പാസ് ഉണ്ട്. ഇതാണ് എൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ കുട്ടികൾ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു വീട്ടിൽ വാഹനം പാർക്ക് ചെയ്ത് ശേഷം അവർ ആ ഒരു വഴിയിലൂടെ താഴോട്ടിറങ്ങി കൊച്ചരീക്കൽ ഗുഹയും കൊച്ചരീക്കൽ ചിറയും കണ്ടവരാണ്. അവർ തിരിച്ച് ഇതിലെ കൂടി വന്നപ്പോൾ ഒരു പാസ് ചോദിച്ചു. അതായത് അപ്പുറത്ത് വണ്ടി പാർക്ക് ചെയ്താൽ പാസ് കൂടാതെ തന്നെ അവരെ ആ ഒരു വഴിക്ക് ഇറക്കി വിടും. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് അവിടെ പിടിച്ചുപറിക്കാർ ഇരിപ്പുണ്ട് എന്നാണ്. അപ്പം ഇതിൻ്റെ ഒരു വശം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും ഞാൻ പാസ് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുന്നത്. കാരണം ഇത് പാമ്പക്കുട പഞ്ചായത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുമല്ല ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പാസ് ഇല്ലാതെ പ്രവേശിക്കരുത് എന്ന്. അപ്പോൾ നമ്മൾ പാസ് എടുത്ത് തന്നെയാണ് നമ്മളിവിടെ ഇറങ്ങുന്നത്. കാരണം ഇത് വലിയൊരു പൈസയുടെ കാര്യമൊന്നുമില്ല, വെറും 20 രൂപയുടെ കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു വീട്ടുകാർ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിതിന് വെറുതെ പൈസ കളയുന്നതെന്നൊരു തോന്നലിലായിരിക്കാം. അപ്പോൾ എന്നിരുന്നാലും നമ്മൾ പാസിൻ്റെ അടുത്ത് ഈ ഒരു കൊച്ചരീക്കൽ ചിറയിലോട്ട് ഇറങ്ങുവാണ്. ഒരുപാട് ആളുകളുണ്ട്. കുടുംബത്തോടൊക്കെ ഒപ്പം വന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എറണാകുളത്തു നിന്നോ കോട്ടയത്തു നിന്നൊക്കെ ജസ്റ്റ് ഒരു മണിക്കൂർ കൊണ്ടെത്താൻ പറ്റുന്നൊരു സ്ഥലമാണ് കൊച്ചരീക്കൽ ചിറ. നമ്മുടെ പിറവ മൂവാറ്റുപുഴ റോഡിലാണ് ഈ ഒരു മനോഹരമായ പ്രദേശമുള്ളത്. നാടിന് നടുവിലൊരു കാട്, ചുറ്റും നല്ല ടൗണാണ്. അതിന് ഒത്ത നടുക്കായിട്ട് വലിയൊരു കാട്, ആ കാടിനൊത്ത നടുക്കായിട്ട് വലിയൊരു ഗുഹയും ഒരു കുളവും. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന് നല്ല ഈ പച്ചപ്പ് കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഭയങ്കര ഒരു ഉന്മേഷം കിട്ടുമല്ലോ. ഇതിവിടെ വന്ന് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. 2 ആളുകൾ ആ ഗുഹയ്ക്കകത്ത് കയറിയിരിപ്പുണ്ട്. നമ്മളെ കരിക്കിൻ്റെയൊക്കെ ഒരു എപ്പിസോഡ് നമ്മൾ ഈ ഒരു ഗുഹ ഭാഗം കാണിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കരിക്കിൻ്റെ കഴിഞ്ഞ വർഷം ഓണത്തിൻ്റെ എപ്പിസോഡിൽ ഇവിടെയാണെന്ന് തോന്നുന്നു കാണിക്കുന്നത്. കൊച്ചരീക്കൽ ഗുഹയാണെന്നാണ് എൻ്റെ ധാരണ. അത് അല്ല എങ്കിൽ തിരുത്താം. കാരണം ഞാൻ കരുതുന്നത് ഈ ഒരു പ്രദേശം തന്നെയാണ് എന്നാണ്. ഇപ്പോൾ നമ്മളെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ താഴെ കാണുന്നത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ സ്ഥിരമായിട്ട് കാണുന്ന ആ ഒരു കൊച്ചരീക്കൽ ചിറയാണ്. പക്ഷേ അതിൻ്റെ വെള്ളമെല്ലാം കലങ്ങി പറഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഫാമിലിയൊത്ത് ഒരുപാട് പേര് ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണ് കേട്ടോ. ഈ ഗുഹയുടെ തൊട്ട് താഴെയായിട്ടുള്ള അവിടെ ഒരു കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്നതെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഇറങ്ങി നിൽക്കുന്ന അല്ലാട്ടതിന് തൊട്ട് മുകളിലായിട്ട് കുടിവെള്ളത്തിനായിട്ട് എടുക്കുന്നതാണ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴി വേണം നമുക്ക് മുകളിലോട്ട് കയറി ഈ ഗുഹയ്ക്കകത്തേക്ക് കയറാനായിട്ട്. അപ്പം അധികം ആളുകൾ അങ്ങോട്ട് കയറാറില്ല, കാരണം ആ വേരിലൂടെ വേണം പിടിച്ച് കയറാനായിട്ട്. അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് തന്നെ തെളിനീരും ഉറവയൊക്കെ നമുക്ക് കാണാം. ഈ വേരിലൂടെ പിടിച്ച് കയറാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നമുക്ക് ഈ ഗുഹയ്ക്കകത്ത് കയറാനായിട്ട് പറ്റും. പിന്നെ ഒരു കൈ ക്യാമറ പിടിച്ചുകൊണ്ട് കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറിയില്ല. നമ്മൾ താഴെ നിന്ന് ഇവർ
എങ്ങനെയാണ് കയറിയതെന്നുള്ള ആലോചിക്കുമായിരുന്നു. ഈ ഒരു മരം നല്ല ഫേമസ് ആണ്, ഒരുപാട് റീൽസുകളും. ആ ഒരു കൊച്ചരേക്കൽ ഗുഹ ഈ ഒരു മരത്തിൻ്റെ വേരുകൾക്കടിയിലാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗുഹയുടെ തൊട്ട് മുകളിലായിട്ടാണ് ഈ മരം എന്നും പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കൊച്ചരേക്കൽ കേവിൻ്റെ കാഴ്ചകൾ. കൊച്ചരേക്കൽ ചിറയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന, ഞാൻ ഇൻസൈറ്റിൽ കാണിച്ചു തരാം, പടം കാണിച്ചു തരാം. ഞാൻ കണ്ടത്, ഞാൻ പ്രതീക്ഷിച്ച് പോയത്, എന്നാൽ എനിക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇത് വെള്ളത്തിൻ്റെ അല്ല, നമ്മൾ ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഒരു അവധി ദിവസമാണ് ഞാൻ ഇവിടെ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇപ്പം കൊച്ചിയിൽ നിന്നായാലും കോട്ടയത്ത് നിന്നായാലും അല്ലെങ്കിൽ മറ്റുള്ള പ്രദേശം, തൊടുപുഴ അടക്കമുള്ള പ്രദേശങ്ങളിലും വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞല്ലോ, പാമ്പാക്കുട പഞ്ചായത്ത് ആയതുകൊണ്ടോ ഇവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ബിന്നും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു 20 രൂപ കൊടുക്കുന്നത് തെറ്റൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതിന് ചുറ്റുമായിട്ട് ഒരുപാട് മരങ്ങളും, വലിയ വലിയ മരങ്ങളാണ്. വലിയ മരങ്ങളെന്ന് വെച്ചാൽ വലിയ പേരാലുകളൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ ഈ പേരാലാണോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഒരു വല്യപ്പൻ എന്നോട് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇത് പേരാലാണെന്ന്. അപ്പോൾ ഞാനതുകൊണ്ട് തട്ടിവിടുവാണ്, ഇത് പേരാലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ പേരാലുകളും മരങ്ങളൊക്കെ നിൽക്കുന്നു. അതെല്ലാം നല്ലൊരു വലിയൊരു കാടിന് നിൽക്കുന്നൊരു പ്രതിനിധി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നും. എന്തായാലും കൊള്ളാം. നമ്മുടെ നാടിന് അല്ലെങ്കിൽ സിറ്റിക്ക് നടുക്കായിട്ടൊരു കാട്, അവിടെ ചെറിയ ഉറവുകളും വലിയൊരു ചിറയും പിന്നെ ഈ പറഞ്ഞ ഗുഹയും. ഇപ്പോൾ എറണാകുളം ജില്ലയ്ക്കകത്ത് ഗുഹയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ കൗതുകമാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതല്ല, എറണാകുളം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിറ്റി എന്ന് കയറും. പക്ഷേ എറണാകുളത്ത് ഒരുപാട് ഹിഡൻ സ്പോട്ടുണ്ട്. പാണിയിൽ പോലുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ കൊച്ചരേക്കൽ അല്ലെങ്കിൽ അരീക്കൽ വെള്ളച്ചാട്ടം പോലുള്ള ഒരുപാട് സ്പോട്ടുകൾ എറണാകുളത്തുണ്ട്. ഇതുകൊണ്ട് ഒരുപാട് ആളുകളിവിടെ കുളിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് ആളുകൾ, ഫാമിലി ആയിട്ടെല്ലാം ഇവിടെ കുളിക്കാനായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന സൗകര്യം നമുക്കിവിടെ ഉണ്ട്. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് താഴെ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമുക്കിവിടെ വന്നാൽ, അവധി ദിവസങ്ങളിലല്ല എന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളം നമുക്കിവിടെ കിട്ടും. ഇതിവിടെ ഇത്രയും പേര് വന്നതുകൊണ്ട് ആവാം ഇതിങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഏതായാലും കൊച്ചരേക്കൽ ചിറയും അതുപോലെ അരീക്കൽ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണത്തിനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക. നല്ല അടിപൊളി മനോഹരമായ പ്രദേശമാണ്. ഈ പാമ്പക്കുട പഞ്ചായത്ത് ഒരു മനോഹരമായ പഞ്ചായത്താണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അവരവരുടെ ആ ടൂറിസം സോഴ്സുകളെ അവർ നല്ല രീതിക്ക് വിനിയോഗിക്കുന്നു. അത് നമ്മളിലേക്ക് എത്തുന്നുമുണ്ട്. നമ്മളിലേക്ക് എത്തുന്നു വെച്ചാൽ നമുക്ക് പല സ്ഥലങ്ങളിലും പോയാലുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറില്ല. ഇവിടെ വരുന്ന ആളുകൾക്ക് ഒരു 20 രൂപ പാസ് എടുത്താൽ പോലും ഇവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ടോയ്ലറ്റ് ഫെസിലിറ്റി അവൈലബിൾ. അപ്പം 10 രൂപ പെർ ഹെഡിന് എഴുതി വെച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇവിടെ അത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കൊച്ചരേക്കൽ ചിറ അല്ലെങ്കിൽ കൊച്ചരേക്കൽ കേവ് കാണാൻ വന്നാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ ഒന്ന് കുളിക്കാം. കാരണം നിങ്ങൾക്ക് ഡ്രസ്സ് മാറാനായിട്ടുള്ള സൗകര്യം, സ്ത്രീകൾക്കടക്കം ഡ്രസ്സ് മാറാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഈ മരത്തിൻ്റെ വേരുകളൊക്കെ ഉണ്ടോ, വലിയ വേരുകളാണ്. വലിയ മരങ്ങളൊക്കെ ആട്ടോ ഇതിന് ചുറ്റും നിൽക്കുന്നത്. അപ്പം കൊച്ചരേക്കൽ ചിറയുടെയും കൊച്ചരേക്കൽ കേവിൻ്റെയും കാഴ്ചകൾ ഇതൊക്കെയാണ്. നിങ്ങളും കുടുംബവുമായിട്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ സ്ഥലത്തേക്കുള്ള മാപ്പ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലോ ഫസ്റ്റ് കമൻ്റായിട്ടോ ഇട്ടിരിക്കാം ലൊക്കേഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. ഇതുപോലെയുള്ള പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.